നമസ്കാരം, എല്ലാവർക്കും ഡിസംബർ ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള സവാളയെ കുറിച്ച് സംസാരിക്കാനാണ്. സവാളയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നും അതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ പറയട്ടെ, സവാള ഒരുപാട് ടൈപ്പുകളുണ്ട് അല്ലേ. മെയിൻലി ഒരു 5 ടൈപ്പ് ഉണ്ട്. ഇതിന്റെ കളർ ബേസ് ചെയ്തിട്ടാണ്. കളർ മാത്രമല്ല, അതനുസരിച്ച് ഓരോ ന്യൂട്രിയൻസും അതിന്റെ വാല്യൂ മാറുന്നുണ്ട്. ഇതിൽ തന്നെ ഏറ്റവും നല്ല ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് പിങ്ക് ഒനിയൻ അല്ലെങ്കിൽ ഒരു റെഡ് ഒനിയൻ എന്ന് പറയുന്നതാണ് ഏറ്റവും ബെസ്റ്റ് സവാള. അല്ലാതെ വൈറ്റ് ഉണ്ട്, യെല്ലോ ഉണ്ട്, അങ്ങനെ പല കളറിൽ സവാള ഉണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് പിങ്ക് ഒനിയനാണ്. ആദ്യം തന്നെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയാണ്. ഇതിന് ജംസിനെ കൊല്ലാനുള്ള ഒരു കഴിവുണ്ട്. ഇത് സ്കിന്നിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ബാക്ടീരിയാസിനെ ജംസിനെല്ലാം കൊല്ലും. ഇനി നമ്മളിത് അകത്ത് കഴിക്കുകയാണെങ്കിലോ നമ്മുടെ കുടലിലുള്ള ഒരുപാട് ബാഡ് ബാക്ടീരിയാസ് ഉണ്ട് അല്ലേ, അതിനൊക്കെ നശിപ്പിക്കാനുള്ള ഒരു കഴിവ് ഈ ഉള്ളിക്കുണ്ട്, അതായത് നമ്മുടെ സവാളക്കുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി കാരണം ഇത് ആൻറ്റി ഏജിങ് എഫക്റ്റ്, നമ്മുടെ ചർമ്മത്തിന് എപ്പോഴും ഒരു യുവത്വം നിലനിർത്താൻ ഈ സവാള നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്റ്റേണലി ഇത് യൂസ് ചെയ്യാം, ഇൻറ്റേർണലി യൂസ് ചെയ്യാം. ഇനി വൈറ്റമിൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇത് വൈറ്റമിൻസ് റിച്ച് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ്. അതോടൊപ്പം തന്നെ വൈറ്റമിൻ B6, ബയോട്ടിൻ, ഫോളിക് ആസിഡ്, ഈ എല്ലാ മിനറൽസും ഈ സവാളയിൽ അടങ്ങിയിട്ടുണ്ട്. ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ തുടങ്ങിയ രോഗങ്ങൾക്കും വളരെ ഒരു നല്ല പരിഹാരമാണ് ഈ സവാള കഴിക്കുന്നത്. രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് നമ്മുടെ സവാള, പച്ചയായ സവാള ജ്യൂസ് അരിച്ചെടുത്ത് അതിൻ്റെ ജ്യൂസ് കഴിക്കുകയാണെങ്കിൽ കൊളസ്ട്രോളിന് വളരെ നല്ലൊരു മാറ്റം ഉണ്ടാവും. നമ്മുടെ ശരീരത്തിലെ ബാഡ് കൊളസ്ട്രോൾ, അതായത് ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ്റെ അളവ് കുറക്കാൻ ഈ സവാളക്ക് നല്ലൊരു കഴിവുണ്ട്. പിന്നെ വേറൊരു കാര്യം അധികം ആരും അറിയാത്തതായിരിക്കും, നമ്മുടെ ഈ സവാള കഴിക്കുമ്പോൾ നമ്മുടെ മൂഡ് റെഗുലേഷനും ഇത് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഒരു മൂഡ് നല്ലതാക്കാനും കുറച്ചുകൂടി ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യാനും ഒക്കെ ഈ സവാള കഴിക്കുന്നതിലൂടെ പറ്റും. അതുകൊണ്ട് തന്നെ ആൻറ്റി ഡിപ്രസൻ്റായ മരുന്നുകളിലും സവാള നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഡിപ്രഷൻ കുറക്കാനും ഈ സവാള സഹായിക്കുന്നുണ്ട്. വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്ന് വെച്ചാൽ സവാളയും തൈറോയിഡ് ഗ്ലാൻഡും തമ്മിലുള്ള ഒരു ബന്ധമാണ്. തൈറോയിഡ് ഗ്ലാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾക്ക് സവാള നല്ലൊരു പ്രതിവിധിയാണ്. ഇത് നമ്മൾ ഇന്റേണലി കഴിക്കുന്നതിലൂടെ ഒരു പരിധിവരെ നമുക്ക് അതിൽ നിന്നും മാറ്റം ഉണ്ടാവും. അതോടൊപ്പം എക്സ്റ്റേണലി നമ്മൾ ഈ സവാളയുടെ ജ്യൂസ് നമ്മുടെ ഈ തൈറോയിഡ് ഗ്ലാൻഡ്, ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാമല്ലോ. ഈ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പുറത്തൂടെ എക്സ്റ്റേണലി സവാളയുടെ നീര് പുരട്ടുന്നത് ഒരു ചേഞ്ച് ഉണ്ടാക്കുന്ന കുറേ സ്റ്റഡീസിൽ പറയുന്നുണ്ട്. അതായത് ഈ സവാളയിൽ ഫോസ്ഫോറിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സവാളയുടെ നീര് ഇവിടെ തൈറോയിഡ് ഗ്ലാൻഡിന് പുറത്ത് എക്സ്റ്റേണലി തേക്കുമ്പോൾ ഈ ആസിഡ് നമ്മുടെ സ്കിന്നുമായി കോൺടാക്റ്റ്, നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡുമായി കോൺടാക്റ്റിൽ വരുമ്പോൾ അത് തൈറോയിഡ് ഗ്ലാൻഡിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാനും പ്രോപ്പർ എമൗണ്ട് ഓഫ് ഹോർമോൺസ് റിലീസ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പകുതി സവാള എടുത്ത് ഈ ഒരു ഭാഗത്ത് തൈറോയിഡിൻ്റെ ഈ ഒരു ഏരിയയിൽ നന്നായി റബ്ബ് ചെയ്യുക. ഒരു രാത്രി റബ്ബ് ചെയ്തിട്ട് അങ്ങനെ കിടക്കുക, വാഷ് ചെയ്യാതെ കിടക്കുക. മോർണിംഗ് അത് വാഷ് ചെയ്ത് കളയാം. ഇതൊരു ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഒരു 2 ദിവസം കൂടുമ്പോൾ ആവർത്തിക്കുക. നിങ്ങൾ തന്നെ ഒന്ന് ആ ഒരു മാറ്റം അറിയാം. ഇപ്പോൾ തൈറോയിഡ് റിലേറ്റഡ് ഇഷ്യൂസ് ഉള്ള ആൾക്കാർ ഇത് വേറെ ഒരു ചിലവില്ല, ഒരു ദോഷം ഉണ്ടാക്കുന്നില്ലല്ലോ. ഇങ്ങനെ ചെയ്ത് നോക്കി നിങ്ങളൊന്ന് റിസൾട്ട് എടുത്ത് നോക്കുക, എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് അപ്പം അറിയാം. പിന്നെ ഇത് മാത്രമല്ല, ഡൈജഷന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സവാള. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ കാര്യങ്ങൾ സവാളക്ക് ഉണ്ടല്ലേ. അപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു സവാള കഴിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഞങ്ങളുടെ ഡിസംബർ ഡയറീസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്